നമസ്തേ. സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ചെറിയ സ്റ്റോറി നോക്കാം. एक गांव में രാഹുൽ नाम का एक लड़का रहता था. एक गांव में ഒരു ഗ്രാമത്തിൽ രാഹുൽ എന്നു പേരുള്ള രാഹുൽ നാം കാ ഏക് ലഡ്കാ രഹ്താ ഥാ, ഒരു കുട്ടി താമസിച്ചിരുന്നു. ഏക് ഗാവ് മേ രാഹുൽ നാം കാ ഏക് ലഡ്കാ രഹ്താ ഥാ, ഒരു ഗ്രാമത്തിൽ രാഹുൽ എന്നു പേരുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു, കുട്ടി താമസിച്ചിരുന്നു. വ ബഹുത് മെഹനത്തി और ईमानदार था. അവൻ ബഹുത് മെഹനത്ത് കർണ എന്ന് പറഞ്ഞാൽ അധ്വാനിക്കുക, മെഹനത്തി എന്ന് പറഞ്ഞാൽ അധ്വാനശീലമുള്ളവൻ. ബഹുത് മെഹനത്തി और ईमानदार था, ईमानदार എന്ന് പറഞ്ഞാൽ സത്യസന്ധൻ. ബഹുത് മെഹനത്തി और ईमानदार था, അവൻ വളരെ അധ്വാനശീലനും സത്യസന്ധനുമായിരുന്നു. ഹർ ദിൻ സമയ പർ സ്കൂൾ ജാത്താ ഥാ. അവൻ ഹർ ദിൻ എല്ലാ ദിവസവും, സമയ പർ എന്ന് പറഞ്ഞാൽ സമയത്ത്, സ്കൂൾ ജാത്താ ഥാ സ്കൂളിൽ പോകുമായിരുന്നു. ഹർ ദിൻ സമയ പർ സ്കൂൾ ജാത്താ ഥാ, അവൻ എല്ലാ ദിവസവും സമയത്തിന് സ്കൂളിൽ പോകുമായിരുന്നു. एक दिन स्कूल जाते समय उसे सड़क पर एक बटुआ मिला. एक दिन ഒരു ദിവസം, സ്കൂൾ ജാത്തെ സമയ സ്കൂളിലേക്ക് പോകുന്ന സമയം, സ്കൂൾ ജാത്തെ സമയ ഉസേ അവന്, സടക് പർ റോഡിൽ നിന്ന്, ഏക് ബട്ടുവ മില, ബട്ടുവ എന്ന് പറഞ്ഞാൽ പേഴ്സ് അല്ലെങ്കിൽ പണം വയ്ക്കുന്ന ഒരു സാധനം, പണപ്പെട്ടി കിട്ടി. ഏക് ദിൻ സ്കൂൾ ജാത്തെ സമയ ഉസേ സടക് പർ ഏക് ബട്ടുവ മില, ഒരു ദിവസം സ്കൂളിലേക്ക് പോകുമ്പോൾ അവന് റോഡിൽ നിന്നൊരു പണപ്പെട്ടി കിട്ടി അല്ലെങ്കിൽ പേഴ്സ് കിട്ടി. ഉസ്നെ ബട്ടുവ ഖോൽക്കർ ദേഖ, അവൻ, ഉസ്നെ എന്ന് പറഞ്ഞാൽ അവൻ, ബട്ടുവ പണപ്പെട്ടി അല്ലെങ്കിൽ പേഴ്സ്, ഖോൽക്കർ ദേഖ തുറന്നു നോക്കി, ഖോൽന തുറക്കുക, ഖോൽക്കർ ദേഖ തുറന്നു നോക്കി. ഉസ്നെ ബട്ടുവ ഖോൽക്കർ ദേഖ, അവൻ പേഴ്സ് തുറന്നു നോക്കി. ഉസ്മേ ബഹുത് സാരെ പൈസേ और कुछ कागज़ थे. ഉസ്മേ അതിൽ, ബഹുത് സാരെ പൈസേ ഒരുപാട് പൈസയും, കുച്ച് കാഗസ് തെ ചില കടലാസുകളും ഉണ്ടായിരുന്നു, രേഖകളും ഉണ്ടായിരുന്നു. കാഗസ് എന്ന് പറഞ്ഞാൽ പേപ്പർ എന്നാണ് അർത്ഥം, കടലാസ്. കുച്ച് കാഗസ് തെ ചില രേഖകളും ഉണ്ടായിരുന്നു. ഉസ്മേ ബഹുത് സാരെ പൈസേ और कुछ कागज़ थे, അതിൽ ധാരാളം പണവും ചില രേഖകളും ഉണ്ടായിരുന്നു. उसने पैसे अपने पास रखने के बारे में नहीं सोचा. उसने पैसे അവൻ പൈസ, अपने पास रखने के बारे में സ്വന്തം കയ്യിൽ വയ്ക്കുന്നതിനെക്കുറിച്ച്, നഹി സോച്ച ആലോചിച്ചില്ല, സോച്ചിന എന്ന് പറഞ്ഞാൽ ആലോചിക്കുക, അപ്പനെ പാസ് രഖ്ന എന്ന് പറഞ്ഞാൽ സ്വന്തം കയ്യിൽ വയ്ക്കുക. ഉസ്നെ പൈസ അപ്പനെ പാസ് രഖ്നെ കെ ബാരെ മേ നഹി സോച്ച, ആ പണം സ്വന്തം കൈവശം വയ്ക്കുന്നതിനെക്കുറിച്ച് അവൻ ആലോചിച്ചില്ല. ബട്ടുവ ലേക്കർ സീധേ പോലീസ് സ്റ്റേഷൻ ഗയാ. ബട്ടുവ ലേക്കർ അവൻ ആ പേഴ്സുമായി അല്ലെങ്കിൽ പണപ്പെട്ടിയുമായി, സീധേ നേരെ, പോലീസ് സ്റ്റേഷൻ ഗയാ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. ബട്ടുവ ലേക്കർ സീധേ പോലീസ് സ്റ്റേഷൻ ഗയാ, അവൻ പണപ്പെട്ടിയുമായി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. ഉസ്നെ പൂരി ബാത് പുലീസ് കോ ബത്തായി, അവൻ നടന്ന കാര്യങ്ങളെല്ലാം, പൂരി ബാത് അല്ലെങ്കിൽ മുഴുവൻ കാര്യം, പുലീസ് കോ ബത്തായി പോലീസിനോട് പറഞ്ഞു. അവൻ നടന്ന കാര്യങ്ങളെല്ലാം പോലീസിനോട് പറഞ്ഞു. പുലീസിനെ ബട്ടുവയ്ക്ക് മാലിക്കോ ബുലായ. പോലീസ് ബട്ടുവയ്ക്ക് മാലിക്കോ പണപ്പെട്ടിയുടെ ഉടമസ്ഥനെ, ബുലായ വിളിപ്പിച്ചു. പോലീസ് പണപ്പെട്ടിയുടെ ഉടമസ്ഥനെ വിളിപ്പിച്ചു. പോലീസിനെ ബട്ടുവയ്ക്ക് മാലിക്കോ ബുലായ. മാലിക് അപ്പന ബട്ടുവ ദേഖ്കർ ബഹുത് ഖുശ് ഹുവ. മാലിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉടമസ്ഥൻ. അപ്പന ബട്ടുവ ദേഖ്കർ തൻ്റെ പേഴ്സ് കണ്ടിട്ട്, ബഹുത് ഖുശ് ഹുവ വളരെ സന്തോഷിച്ചു. മാലിക് അപ്പന ബട്ടുവ ദേഖ്കർ ബഹുത് ഖുശ് ഹുവ, ഉടമസ്ഥൻ തൻ്റെ പണപ്പെട്ടി കണ്ടപ്പോൾ വളരെ സന്തോഷിച്ചു. ഉസ്നെ രാഹുൽ കോ ധന്യവാദ് കഹാ.
അദ്ദേഹം രാഹുലിനോട് നന്ദി പറഞ്ഞു. ഉസ്നെ രാഹുൽ കോ ധന്യവാദ് കഹ. ധന്യവാദ് എന്ന് പറഞ്ഞാൽ താങ്ക് യു, നന്ദി. ഉസ്നെ രാഹുൽ കോ ഇനാം ദേന ചാഹ. അദ്ദേഹം രാഹുൽ കോ ഇനാം ദേന ചാഹ. ഇനാം എന്ന് പറഞ്ഞാൽ സമ്മാനം. ഇനാം ദേന ചാഹ, സമ്മാനം കൊടുക്കാൻ ആഗ്രഹിച്ചു. ഉസ്നെ രാഹുൽ കോ ഇനാം ദേന ചാഹ. राहुल ने विनम्रता से इनाम लेने से मना कर दिया. രാഹുൽ വിനമ്രതാസെ, വിനയത്തോടെ, ഇനാം ലേനേസെ, ആ സമ്മാനം സ്വീകരിക്കുന്ന, ലേന എന്ന് പറഞ്ഞാൽ വാങ്ങിക്കുക, എടുക്കുക എന്നുള്ള അർത്ഥമാണ്. ഇനാം ലേനേസെ മനാകർദിയ. മനാകർണ എന്ന് പറഞ്ഞാൽ വിസമ്മതിക്കുക. മനാകർദിയ, വിസമ്മതിച്ചു. അവൻ വേണ്ടാന്ന് പറഞ്ഞു എന്ന് പറയണമെങ്കിൽ ഉസ്നെ മനാകർദിയ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ രാഹുലിനെ വിനമ്രദാസെ ഇനാം ലേനേസെ മനാകർദിയ. രാഹുൽ വിനയത്തോടെ ആ സമ്മാനം സ്വീകരിക്കുന്നത് വിസമ്മതിച്ചു. ഉസ്നെ കഹ എഹ് മേര കർത്തവ്യ ഥാ. ഉസ്നെ കഹ, അവൻ പറഞ്ഞു. എഹ് മേര കർത്തവ്യ ഥാ, ഇതെൻ്റെ കടമയായിരുന്നു. കർത്തവ്യം എന്ന് പറഞ്ഞാൽ കടമ. ഉസ്നെ കഹ എഹ് മേര കർത്തവ്യ ഥാ, ഇതെൻ്റെ കടമയായിരുന്നു എന്നവൻ പറഞ്ഞു. राहुल की ईमानदारी की खबर पूरे गांव में फैल गई. രാഹുൽ കി ഈമാൻദാരി കി ഖബർ. രാഹുലിൻ്റെ സത്യസന്ധതയുടെ വാർത്ത. ഖബർ എന്ന് പറഞ്ഞാൽ വാർത്ത, വിവരം എന്നുള്ളൊക്കെ അർത്ഥമുണ്ട്. രാഹുൽ കി ഈമാൻദാരി കി ഖബർ പൂരെ ഗാവുമേ, മൊത്തം ഗ്രാമത്തിൽ, ഫൈൽ ഗയി, വ്യാപിച്ചു. ഫൈലിനെ വ്യാപിക്കുക, പരക്കുക. രാഹുൽ കി ഈമാൻദാരി കി ഖബർ പൂരെ ഗാവുമേ ഫൈൽ ഗയി. രാഹുലിൻ്റെ സത്യസന്ധതയുടെ വാർത്ത മൊത്തം ഗ്രാമത്തിലും വ്യാപിച്ചു. സബ് ലോഗ് ഉസ്കി പ്രശംസ കർണേ ലഗേ. സബ് ലോഗ്, എല്ലാവരും, ഉസ്കി പ്രശംസ കർണേ ലഗേ, അവനെ പ്രശംസിക്കാൻ തുടങ്ങി. പ്രശംസ കർണ, പ്രശംസിക്കുക. ഉസ്കെ മാതാപിതാക്കോ ഉസ് പർ ബഹുത് ഗർവ് ഹുവാ. ഉസ്കെ മാതാപിതാക്കോ, അവൻ്റെ അച്ഛനും അമ്മയ്ക്കും, ഉസ് പർ, അവനിൽ, ബഹുത് ഗർവ് ഹുവ, ഗർവ് എന്ന് പറഞ്ഞാൽ അഭിമാനം. ബഹുത് ഗർവ് ഹുവ, അഭിമാനം തോന്നി. ഉസ്കെ മാതാപിതാക്കോ ഉസ് പർ, അവനിൽ, ബഹുത് ഗർവ് ഹുവ, അവനിൽ വളരെ അഭിമാനം തോന്നി. രാഹുൽ സഭി ബച്ചോं के लिए एक अच्छा उदाहरण बन गया. രാഹുൽ സഭി ബച്ചോं के लिए, രാഹുൽ എല്ലാ കുട്ടികൾക്കും വേണ്ടി, സഭി ബച്ചോ എല്ലാ കുട്ടികളും, ഏക് അച്ഛ ഉദാഹരൺ ബൻ ഗയ, ഒരു നല്ല മാതൃകയായി, ഒരു ഉദാഹരണമായി. രാഹുൽ സഭി ബച്ചോं के लिए एक अच्छा उदाहरण बन गया, ഒരു നല്ല മാതൃകയായി. सीख ईमानदारी और अच्छे कर्म का फल हमेशा अच्छा मिलता है. ഇതിൻ്റെ ഗുണപാഠം, സീഖ് എന്ന് പറഞ്ഞാൽ ഗുണപാഠം. ഈമാൻദാരി ഔർ അച്ഛേ കർമ്മ കാ ഫൽ, സത്യസന്ധതയുടെയും നല്ല പ്രവൃത്തികളുടെയും ഫലം, ഹമേശ അച്ഛാഹെ, അച്ഛാ മിൽത്താഹെ, എപ്പോഴും നല്ലതായിരിക്കും കിട്ടുന്നത്. സത്യസന്ധതയ്ക്കും നല്ല പ്രവൃത്തികൾക്കും എപ്പോഴും നല്ല ഫലമാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ സ്റ്റോറിയിലൂടെയുള്ള ഹിന്ദി പഠിത്തം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. താങ്ക്